അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഇതേ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ ഓട്ടടമാവ് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ ഓട്ടടമാവ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ മിക്സി കഴുകിയിട്ട് വേണം ഇനി തേങ്ങാപ്പാൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഓട്ടടയും വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ ഈ ഓട്ടടമാവ് എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചേനെ വേഗം റെഡിയാവും. സാധാരണ പാട്ടാട്ട വെക്കാറുള്ളത്. എനിക്ക് കൂട്ടുള്ളതുകൊണ്ട് ഞാൻ പാട്ടൊന്നും വെക്കാറില്ല കേട്ടോ. അവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ടൈം പോണതേ അറിയില്ല. അവൾ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നുകൊണ്ട് അവളെ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഇരുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരം പോണതേ അറിയില്ല. പിന്നെ ഞാനിതാ ചായ വേറൊരു പാത്രത്തിലോട്ട് പകർത്തി വെച്ചിട്ട് ഞാൻ ഷിനിക്കാക്കാനെ വിളിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഷിനിക്കാക്ക എണീറ്റ് കിടന്നാലും 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ അത് ഓട്ടോടെ എല്ലാം സെറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഷിനിക്കാക്ക് എനിക്ക് കിടന്നുകൊണ്ട് വീഡിയോ എടുത്ത് തരാം കേട്ടോ. ഐനൂസിനെ വേഗം കുളിപ്പിച്ച് കയറ്റിട്ട് അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം റെഡി ആയപ്പോഴത്തേക്കും തേങ്ങാപ്പാലോട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അതെല്ലാം ഇളക്കി കൊടുത്തിട്ട് ഐനൂസിനും ഷിനിക്കാക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ വാപ്പയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനും വാപ്പയും കൂടെ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആധാർ കാർഡ് കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ബേക്കിൽ നടക്കുന്നത്. പിന്നെ ആധാർ കാർഡ് ഫൈനലി കിട്ടിയിട്ടുണ്ട്. ഐനൂസിൻ്റെ ആധാർ കാർഡാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വാപ്പയുടെ വണ്ടിയിൽ കാക്ക കാഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പാക്ക് ഒരു പണി കൊടുത്ത് കാക്ക. അങ്ങനെ വാപ്പ അതെല്ലാം കഴുകിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം സോഫയൊക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് പിന്നെ ടേബിളിൽ കുറച്ച് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നേരെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ ഇന്നലത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ മീൻ വറുത്തതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിച്ച് കയറാട്ടോ ചെയ്തത്. ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി കേട്ടോ. ചന്നത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വാതിക്കൽ വെക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ റൂമിലും ഇടയ്ക്ക് കത്തിച്ചേക്കാറുണ്ട്, അടുക്കളയിലും കത്തിച്ചേക്കാറുണ്ട്. എനിക്കിപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ ഇതിനെ മണം കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിതാ സോഫയിൽ ഐനൂസിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാണ്. പണിയെല്ലാം തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം, ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ